ബഹുമാനപ്പെട്ട ലോകം കണ്ട മഹാനായ മുല്ലാ അലിയുൽ ഖാരി തങ്ങളുടെ ഒരു മൗലിദ് കിതാബുണ്ട്. ആ മൗലിദ് കിതാബിൻ്റെ പേര് തന്നെ, ബഹുമാനപ്പെട്ടവരുടെ മൗലിദ് കിതാബിൻ്റെ പേര് തന്നെയും ആ മൗലിദ് കിതാബിൻ്റെ പേര് അൽ മൗലിദുർ റബീഇ ഫിൽ മൗലിദിൻ നബവി എന്നാണ്. വലിയ ലോകം കണ്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു. മുല്ലാ അലിയുൽ ഖാരി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരു കവിത രേഖപ്പെടുത്തുന്നുണ്ട്. സക്കനൽ ഫുആദു ഷാനിഅൻ യാ ജസദ് ഹദൻ നഈമു ഹുവൽ മുഖീമു ഇലൽ അബദ് റൂഹുൽ വജൂദി ഖിയാലു മൻ ഹുവ വാഹിദു ലൗലാഹു മാ തമ്മൽ വജൂദു ലിമൻ വജദ് ഹിസാബ ആദം വസ്സുദൂറു ജമീഉഹും ഹും അഅ്യുനുൻ ഹുവ നൂറുഹാ ലമ്മാ വറദ് ലൗ അബ്സറ الشيطان طلعة نوره في وجه آدم كان أول من سجد أو لو رأى النمرود نور جماله عبد الجليل مع الخليل ولا عند لكن جمال الله جل فلا يرى إلا بتخصيص من الله الصمد. سبحان الله. ഇത് മുല്ലാ അലിയുൽ ഖാരി തങ്ങളെ കവിതയാണ്. ويبقى رسولا دائما ومعظما المولد الربيع في المولد النبوي എന്ന കിതാബാണ് എൻ്റെ കൈവശമുള്ളത്. سكن الفؤاد اشعني ان يا جسد هذا النعيم هو المقيم الى الابد. ഹൃദയം അടങ്ങി, ഹൃദയം എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഹൃദയത്തോട് പറഞ്ഞു, അനിയാജസത് ശരീരമേ ഭംഗിയായി ജീവിച്ചു സന്തോഷത്തിൽ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം ഇതാ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ റൂഹുൽ വജൂദി, എല്ലാ വജൂദിന്റെയും റൂഹാണ് ഈ മഹാൻ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വജൂദിന്റെ റൂഹ് ഒന്നേ ഉള്ളൂ. ഒരു മൗജൂദിനും ആ ആളുടെ വജൂദ് പൂർത്തിയാവുകയില്ല ലൗലാഹു, ഈ മഹാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ. ഈ മഹാൻ ഉണ്ടായത് കൊണ്ടാണ് എല്ലാ ഉണ്മയും പൂർത്തിയായത്. ആദമും എല്ലാ നേതാക്കളും അവർ കൺതടങ്ങൾ മാത്രമാണ്. ഈ മഹാനാണ് അതിലേക്കുള്ള പ്രകാശം. മുഹമ്മദ് മുസ്തഫ. ആദം നബിക്ക് കൺതടമേ ഉള്ളൂ, പ്രകാശം മുഹമ്മദ്. ഈസാ നബി മുതൽ ഈസാ നബി വരെ, ആദ്യത്തെ നബി ആദം നബി, റസൂലുള്ളാഹിക്ക് തൊട്ട് മുമ്പുള്ളത് ഈസാ നബി, അവര് വരെ അവരൊക്കെ കൺതടങ്ങളാ. ആ കൺതടങ്ങളിലേക്ക് പ്രകാശം ആരാ? മുഹമ്മദ് മുസ്തഫയാ എന്ന്. لو أبصر الشيطان طلعة نوره في وجه آدم كان أول من سجد. لو أبصر الشيطان, പിശാച് കണ്ടിരുന്നുവെങ്കിൽ طلعة نوره, ആ പ്രകാശത്തിന്റെ ഉദിപ്പ് ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഫീ വജ്ഹി ആദമ, ആദമിന്റെ മുഖത്തെ ആ പ്രകാശത്തിന്റെ ഉദിപ്പ് ഇബ്ലീസ് അന്ന് കണ്ടിരുന്നുവെങ്കിൽ, കാന അവ്വല മൻ സജദ്, ആദ്യം വീഴ ഈ ഇബ്ലീസായിരിക്കും. പക്ഷേ അത് കാണാനൊന്നും കഴിഞ്ഞില്ല. ഇത് വെറും മണ്ണല്ലേ നാം പറഞ്ഞു, അതൊന്നും പലർക്കും കഴിയുന്നില്ല. പ്രശ്നം മനസ്സിലായില്ലേ? ലൗ അബ്സറ الشيطان طلعة نوره طلع البدر علينا أنت تطلع. ഇതിന്റെ ഉദിപ്പ്, ആ പ്രകാശത്തിന്റെ ഉദിപ്പ് എവിടെയുള്ള? ഫീ വജ്ഹി ആദമ, ആദം അലൈഹിസ്സലാം. എന്തുകൊണ്ട് കോടാനക്കോടി മലക്കുകൾ സുജൂദ് ചെയ്തു? അവർക്ക് ആ പ്രകാശം കാണാൻ കഴിഞ്ഞു. ഇബ്ലീസിന് ഒരു മണ്ണ് മാത്രമായി. ആ പ്രകാശം കാണാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇബ്ലീസിന് കഴിഞ്ഞില്ല. കഴിഞ്ഞിരുന്നെങ്കിൽ കാന അവ്വല മൻ സജദ്, ആദ്യം സുജൂദ് ചെയ്യുക ഇബ്ലീസായിരിക്കും. أو لو رأى النمرود نور جماله
ഔ ലൗ റഅൻ നംറൂദ് നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീൽ ഔ ലൗ റഅൻ നംറൂദ് നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീൽ. ഖലീലുർ റഹ്മാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ ആ മുഖത്തുള്ള പ്രകാശം ആര് കണ്ടിരുന്നെങ്കിൽ, നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ടിരുന്നുവെങ്കിൽ അബദൽ ജലീല, ജലീലായ റബ്ബ്, ഏകനായ റബ്ബിന് ആരും ഇബാദത്ത് എടുക്കും. നമ്രൂദ് വലാ അനദ്, ഒരിക്കലും മൂട്ട് കാട്ടൂല, ഒരിക്കലും മത്സരവാക്ക് പറയൂല. പക്ഷെ കാണാൻ അവന് കഴിഞ്ഞില്ല. ഇത് പ്രാധാവിഷയം. ഇതിനപ്പം എത്ര പൈസ ചെലവാക്കണ്, എന്തിനാ എത്ര തോരണം തൂക്കണത് എന്ന്. എന്താ തോരണം നോക്കണ്, എന്താ പ്രകാശം, എന്തേ പിന്നെ തിരി കത്തിച്ച്, എന്തേ മനസ്സിലായില്ലേ, എന്താ ചെന്ന തിരി, എന്തേ സുഗന്ധം വരുത്തിയത്, എന്തേ പനിനീർ തെളിച്ചത്, എന്തേ വെള്ളം വിരിച്ചത്, അതാ റസൂലുള്ളാഹിന്റെ സദസ്സാണ്. ഔ ലൗ റഅ നംറൂദ് നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വലാ അനദ്. ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. കേൾക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ നമ്രൂദ് കണ്ടിരുന്നുവെങ്കിൽ നൂറ ജമാലിഹി, പുണ്യ റസൂലുള്ളാഹിയുടെ അതിസൗന്ദര്യത്തിന്റെ പ്രകാശം എങ്കിൽ അബദൽ ജലീല, ജലീലായ റബ്ബിന് അയാൾ ഇബാദത്ത് എടുക്കുമായിരുന്നു. മഅൽ ഖലീലി, ആരോടുകൂടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോടുകൂടെ. വലാ അനദ്, ഒരിക്കലും ഒരു മോട്ട് വാക്ക് പറയൂല. ലക്കിൻ ജമാലുല്ലാഹി ഫല لكن جمال الله جل فلا يرى إلا بتخصيص من الله الصمد. لكن جمال الله, അല്ലാഹു കൊടുക്കുന്ന അഴക്, അല്ലാഹുവിന്റെ പ്രത്യേക പ്രകാശത്തിന്റെ അഴക്, ഫലാ യുറാ, അത് കാണാൻ കഴിയില്ല. ഇല്ലാ ബിതഖ്സീസ് മിനല്ലാഹ്, അത് പ്രത്യേകമായി ഒരാൾ അത് കാണാൻ അല്ലാഹു തിരഞ്ഞെടുക്കണം. അത് തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് മക്കത്ത് പോയി മടങ്ങിയെന്ന ഉംറക്കാരുണ്ടായത്, മദീനത്ത് പോകാതെ. മനസ്സിലായില്ലേ? അത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്ത് ആ മദീനത്ത് നിസ്കരിക്കുന്ന സ്ഥലത്ത് ചെരുപ്പിട്ട് നടക്കും എത്ര ആൾക്കാർ. എന്നാൽ ചിലർ ചെരുപ്പ് കൈ പിടിച്ച് തലക്കൂടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ആ പ്രകാശം കണ്ടതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കും. പോലീസ് എതിർക്കൂല, അത് ചെരുപ്പിട്ട് നടക്കാവുന്ന സ്ഥലമാണെന്നാണ്. പക്ഷെ എല്ലാവരും നടക്കൂല. എന്തുകൊണ്ട്? ആ പ്രകാശത്തിന്റെ മുന്നിൽ എങ്ങനെ ചെരുപ്പിൽ സുന്നത്തല്ലേ, പക്ഷെ ഓൻ അതിനേക്കാൾ പുറത്തുണ്ട്. എന്ത് സുഖാനോ മാനിക്കുക, ചെരുപ്പെടുത്ത് കൈ പിടിച്ചണം. അവസ്ഥക്ക് ഇനി നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന് സെൽഫി എടുക്കും, അവിടുന്ന് സെൽഫി എടുക്കും, ഇവിടുന്ന് ഫോട്ടോ എടുക്കും. എന്ത് ചെയ്യും? അവിടുന്ന് ഫോട്ടോ എടുക്കും. പച്ചക്കുപ്പ നേരെ മുന്നിൽ എന്നിട്ട് ഫോട്ടോ എടുക്കുക. ഇത് തെറ്റാണോ? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ തെറ്റാണ്. കിതാബിലുണ്ടോ? എല്ലാം കൂടി കിതാബിലുണ്ടോ? അത് നിന്റെ ഹൃദയത്തിന്റെ കിതാബെന്ന് വായിക്കണം. ആരാ കിടക്കണം? അവിടെ ആരാള്? കഅബയെ നോക്കിയിട്ട് സെൽഫി എടുക്കുക, കഅബനെ കൂട്ടി സെൽഫി എടുക്കുക, റൗള ഷരീഫിനെ കൂട്ടി, പച്ചക്കുബയെ കൂട്ടി സെൽഫി എടുക്കുക. ഇതൊരു മനുഷ്യന് കഴിയുമോ? ഇതെന്ത് വാർത്തയാണ്? മനസ്സിലായില്ലേ ഹബീബായ? ഹുർമത്തുഹു മൈതൻ കഹുർമതിഹി ഹയ്യൻ. ഹബീബായ റസൂലുള്ളാഹിയുടെ ബഹുമാനം ജീവിച്ച കാലത്ത് അതേ ബഹുമാനാണെന്നും. മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം എന്താണോ അതെന്റെ കുട്ടികൾ ആരും ചെയ്യരുത്. മദീനയിൽ വാഹനം കയറാത്തവർ എത്രയാണ്. വമിൻഹും മാലിക് ബിൻ അനസ്. വാഹനത്തിൽ കയറൂല. റസൂലുള്ളാഹിന്റെ ശരീരം ഭൂമിന്റെ അടിയിൽ, ഞാൻ ഭൂമിന്റെ മേഖല നടക്കുക, വാഹനത്ത് കയറി. റസൂലുള്ളാഹിന്റെ ശരീരം ഇവിടെ അടിയിലുണ്ടായിരിക്കവേ ഞാൻ ചെയ്യില്ല. യാത്ര പോവുകയാണെങ്കിൽ മദീനയുടെ അതിർത്തി വരെ നടക്കും, എന്നിട്ട് ഒട്ടാപ്പുറത്ത് തരുള്ളൂ. മാലിക്കിമാമ ഇന്നൊക്കെ മാലിക്കിമാമ ഉണ്ടെങ്കിൽ ഖുറാഫി എന്ന് പറയും. എന്തുകൊണ്ട്? എന്തേ പേടിയാണ്? ആരെവിടെ ഉള്ളത്? ലക്കിൻ ജമാലുല്ലാഹി
جل فلا يرى إلا بتخصيص من الله الصمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ പ്രകാശത്തിന്റെ അഴക് ഫലാ യുറാ, അത് കാണപ്പെടുകയില്ല, ഇല്ലാ ബിതഖ്സീസ് മിനല്ലാഹ്, അതിനുവേണ്ടി റബ്ബ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്താലല്ലാതെ. ആമീൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ. അല്ലാഹു നിലനിർത്തി തരട്ടെ. അത് കേൾക്കാൻ എൻ്റെ കുട്ടികൾ വന്നില്ല, നിങ്ങളത് തിരഞ്ഞെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വരാൻ കഴിയില്ല.